മോഹൻലാൽ ഇപ്പോഴും പുഞ്ചിരിമട്ട തുടരുകയാണ്. പുഞ്ചിരിമട്ടത്താണ് മോഹൻലാൽ ഉള്ളത്. അദ്ദേഹം പുഞ്ചിരിമട്ടത്ത് നിന്ന് നേരെ ചൂരൽമലയിലേക്ക് ബാക്ക് പോവാണെന്ന് ഇറങ്ങുകയാണെന്ന് തോന്നുന്നു. ഷഫീദ് റാവത്ത് തുടരുന്നു. ഷഫീദ്, അദ്ദേഹം ദുരന്ത മേഖലകൾ കണ്ടതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം തിരികെ ഇറങ്ങുകയാണോ? മടങ്ങാൻ ഒരുങ്ങുകയാണ്. ഇവിടെ എത്തി അദ്ദേഹം ഇവിടുത്തെ റെസ്ക്യൂ നടത്തുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ പ്രദേശവാസികളായ ചിലരോടും വിവരങ്ങൾ നോക്കി. അതിനുശേഷമാണ് മോഹൻലാൽ ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങാൻ ഒരുങ്ങുന്നത്. അദ്ദേഹം ഈ വലിയ രീതിയിൽ ഈ ഉരുൾപൊട്ടൽ ബാധിച്ച എല്ലാ സ്ഥലത്തും അദ്ദേഹം എത്തിയിരുന്നു, അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥരുടെ വിശദ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തെ മോഹൻലാൽ പുഞ്ചിരിമട്ടത്താണുള്ളത്. ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിന് ശേഷം മോഹൻലാൽ രക്ഷാദൌത്യ പ്രവർത്തകരെ കണ്ടു, അവരുമായി സംസാരിച്ചു. അവർ നേരിടുന്ന വെല്ലുവിളികൾ, അവർ നേരിടുന്ന പ്രതിസന്ധികളൊക്കെ ചോദിച്ചറിഞ്ഞു. ആ ടറൈൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഫോണിൽ ഈ ദൗത്യ സംഘത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെയായിരുന്നു നേരത്തെ ഈ സ്ഥലം എന്ന് കാണിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ സ്ഥലം എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഈ ഉരുള് പൊട്ടിയിറങ്ങി എങ്ങനെയാണ് ആ സ്ഥലം മൊത്തത്തിൽ മാറിപ്പോയത് എന്ന് മോഹൻലാലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവർ. അതിനുശേഷം അവിടുത്തെ പ്രദേശവാസികളോടൊക്കെ മോഹൻലാൽ സംസാരിച്ചു. അവർ നേരിട്ട അനുഭവങ്ങൾ മോഹൻലാൽ ചോദിച്ചറിഞ്ഞു. ഇത് സാധാരണ ദുരന്തമല്ല. 334 പേർ ഇപ്പോൾ തന്നെ മരിച്ച, ഇനിയും ഒരുപക്ഷെ മൃതദേഹങ്ങളുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു മാരക ദുരന്തമാണ്. കേരളം ഇതുവരെ കണ്ട ഒരു മാരക ദുരന്തമാണ്. 10,014 പേർ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലുമായി കഴിയുന്ന, അങ്ങനെ എല്ലാ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ ജനതയെ ഉണ്ടാക്കിയെടുത്ത ഒരു വല്ലാത്ത ഉരുൾപൊട്ടലാണ്. മിലിറ്ററി ഓഫീസേഴ്സ് അദ്ദേഹത്തിന് ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അദ്ദേഹം എന്തുമാത്രം ആഘാതത്തിൽ അത് സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും ആർമി ഓഫീസേഴ്സ് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഈ റെസ്ക്യൂവിൽ പങ്കെടുക്കുന്ന ആളുകളോട് അദ്ദേഹം ഷെയ്ഖ് ഹാൻഡ് അടക്കം നൽകി അവരെ അഭിനന്ദിച്ചു. ശേഷമാണ് മോഹൻലാൽ ഈ ഭാഗത്ത് നിന്ന് മടങ്ങാൻ പോകുന്നത്. ഈ മോഹൻലാലിനെ ആർമി ഉദ്യോഗസ്ഥരെ എത്തിച്ചത് അദ്ദേഹം ആർമി ഓഫീസറായി തന്നെ, ലഫ്റ്റനന്റ് കേണലായി തന്നെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഈ റെസ്ക്യൂ പ്രവർത്തനം നടത്തിയ ആർമി ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കുകയാണ്. വലിയ എഫേർട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ ആർമി ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം രാവിലെയൊക്കെ 6 മണിക്കൊക്കെയാണ് ഹാഷ്മി എല്ലാ ദിവസവും അവർ ഇവിടേക്ക് എത്തുന്നത്. ഇത്രയും വലിയ ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളും വഴികളും ഒക്കെ താണ്ടി എത്തുന്നത്. ശേഷം അവർ അവിടെ നിന്ന് മടങ്ങുന്നതാകട്ടെ വൈകിട്ട് 7 മണിക്കും 8 മണിക്കും ഒക്കെ. അപ്പം അങ്ങനെ ആ രീതിയിൽ അവർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് ദിവസങ്ങളായി വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ, തിരച്ചിലിന് മുന്നോട്ട് പോകാനൊക്കെ ആത്മവിശ്വാസം നൽകുന്ന, അവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കരുതൽ പോലെയുള്ള ഒരു കാര്യമാണ് മോഹൻലാലിന്റെ ഈ സന്ദർശനം എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നേതാക്കൾ വന്നപ്പോഴും നമ്മൾ സമാനമായി തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ മോഹൻലാൽ റെസ്ക്യൂ നടത്തുന്ന അംഗങ്ങൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയാണ്. ബെയിലി പാലം നിർമ്മിച്ചത് അത് മദ്രാസ് എഞ്ചിനീയറിംഗ് റെജിമെന്റ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ 6 സെഗ്മെന്റായി തിരിച്ചാൽ എല്ലാ സെഗ്മെന്റിലും ആർമി ഉദ്യോഗസ്ഥരുണ്ട്. അവർ മോഹൻലാലിനോടൊപ്പം ചിത്രമെടുത്തു. അവർ പിരിയുന്നു. മോഹൻലാൽ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ മോഹൻലാൽ ഷെയ്ഖ് ഹാൻഡുകൾ നൽകിയിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മോഹൻലാൽ മടങ്ങുന്നതാണ് നമുക്ക് പുജിലോട്ടത്ത് നിന്ന് മോഹൻലാൽ മടങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആർമി ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തോടൊപ്പം മേജർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മറ്റ് ഈ മദ്രാസ് റെജിമെന്റ് അടക്കം ചുമതല ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരടക്കം മോഹൻലാലിനൊപ്പം ഇങ്ങോട്ടേക്ക് വരികയാണ്. അവരാണ് മോഹൻലാലിന് ഇക്കാര്യങ്ങളൊക്കെ ബ്രീഫ് ചെയ്യുകയും ചെയ്തത്. ഏതായാലും ആർമി ഓഫീസേഴ്സിനൊപ്പം മോഹൻലാൽ ഈ ദുരന്തമുഖത്ത് നിന്ന് മിലിറ്ററി ക്യാമ്പുകളിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മടങ്ങി വരികയാണ്. ദുർഘടമായ വഴിയാണ്, വലിയ എഫേർട്ടുകൾ അക്കാര്യത്തിൽ വേണ്ടതാണ്. ഇവിടെ റെസ്ക്യൂ അടക്കം വലിയ എഫേർട്ടിലാണ് ആർമി ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അങ്ങനെ നടക്കുന്ന ആളുകളെ ഒരു വേള ചേർത്ത് പിടിക്കാൻ മോഹൻലാൽ എത്തി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഈ രാത്രിയും രാവും പകലും ഒക്കെ അവർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് അവർക്ക് ഒരു അഭിനന്ദനമായി പോലും നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും മോഹൻലാൽ മടങ്ങുന്നു. മോഹൻലാൽ ആർമി വാഹനത്തിലായിരിക്കും മടങ്ങുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മോഹൻലാൽ ഇവിടെ താഴേക്ക് ആർമി വാഹനത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അദ്ദേഹം എത്തിയ ശേഷം അദ്ദേഹവുമായി ആർമി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മടങ്ങും. ക്യാമ്പുകളിൽ അദ്ദേഹം ഒരുപക്ഷെ താഴെ ചൂരൽമലയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹം ക്യാമ്പുകളിൽ മാധ്യമങ്ങളെ കാണും. ഈ മഹാദുരന്തം അതെങ്ങനെ നടന്നു, എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും മോഹൻലാൽ ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹം പുഞ്ചിരിമട്ടം വരെ എത്തി. ചൂരൽമലയ്ക്ക് മുകളിൽ മുണ്ടക്കൈക്ക് മുകളിൽ പുഞ്ചിരിവട്ടം, അങ്ങനെ നമുക്ക് ഈ ദുരന്തം അപ്പാടെ തകർത്ത പ്രദേശങ്ങളിലൊക്കെ മോഹൻലാൽ എത്തി. മോഹൻലാൽ അവർക്ക് അവിടെ സാന്നിധ്യം അറിയിച്ചു. ആർമി ഉദ്യോഗസ്ഥരെ അടക്കം മോഹൻലാൽ ആശ്വസിപ്പിച്ചു. അതിനുശേഷം മോഹൻലാൽ
മടങ്ങുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മോഹൻലാൽ മടങ്ങുകയാണ്. അദ്ദേഹം അല്പസമയത്തുള്ള അദ്ദേഹത്തെ ആർമി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടക്കി കൊണ്ടുപോകും. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പക്ഷേ വലിയ എഫേർട്ട് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മോഹൻലാൽ ആ വാഹനത്തിലേക്ക് കടക്കുകയാണ്. ഏറെ ദുർഘടം പിടിച്ച വഴിയാണ്, ഏറെ ദുർഘടം പിടിച്ച സാഹചര്യങ്ങളാണ്. അവിടെ മോഹൻലാൽ മടങ്ങുകയാണ്. മോഹൻലാൽ ക്യാമ്പുകളിൽ ഇനി സന്ദർശനം നടത്തും. അദ്ദേഹത്തോടൊപ്പം മുതിർന്ന ആർമി ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ക്യാമ്പുകളിലേക്ക് പോകും എന്നുള്ള വിവരം കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. ഏതായാലും പുഞ്ചിരിമട്ടത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ മോഹൻലാൽ സന്ദർശനം നടത്തുകയാണ്. മോഹൻലാൽ മടങ്ങുകയാണ്. അദ്ദേഹം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂരൽമല ഭാഗത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഏറെ ആശ്വാസകരമാണ് ഇത്തരം ആളുകളുടെ സന്ദർശനം. കാരണം അത് ആർമി റെസ്ക്യൂവിനാണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കാണെങ്കിലും നമ്മുടെ നാടൊരു ദുരന്തത്തിൽ പെടുമ്പോൾ ഒപ്പമെത്താൻ ഒപ്പം നിൽക്കാൻ ഇത്തരം ആളുകളുണ്ട് എന്നുള്ള ഒരു ചേർത്ത് നിർപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മോഹൻലാൽ ഈ പ്രദേശത്ത് നിന്ന്, അതായത് പുഞ്ചിരിമട്ടത്ത് നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ഇനി അദ്ദേഹം ക്യാമ്പുകളിൽ ആളുകളെ പോയി നേരിട്ടെത്തി ആശ്വസിപ്പിക്കും. ഇവിടെ അദ്ദേഹം ചെലവഴിച്ച ഏതാണ്ട് 10-12 മിനിറ്റ് ഉണ്ടായിരുന്നു. ആ മിനിറ്റിൽ അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. താഴേക്ക് അദ്ദേഹം പോയി. ലാൻഡ് സ്ലൈഡ് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയി. അവിടെ എത്തി അദ്ദേഹം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, എങ്ങനെയാണ് റെസ്ക്യൂ, എങ്ങനെയാണ് തിരച്ചിൽ നടക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ആർമി ഓഫീസേഴ്സിനെ അദ്ദേഹം, ആർമി ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഒക്കെ എല്ലാവരെയും അദ്ദേഹം ഷെയ്ഖ് ഹാൻഡ് നൽകി അഭിനന്ദിച്ചു.